ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം നോമ്പുകാലത്തിന്റെ 5ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഒരു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവന്റെ അടുക്കലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന നിയമജ്ഞരെയും ഫരിസേരെയുമാണ് നമ്മൾ കാണുക. തുടർന്ന് അവിടെ നടക്കുന്ന നാടകീയ രംഗങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുകയാണ്. ആ ചിന്ത ഇപ്രകാരമാണ്: ഈ നോമ്പ് കാലത്തിൽ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും പാപത്തെ മറയ്ക്കുവാനായിട്ട്, മായ്ക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ പിടിക്കപ്പെട്ട ആ വ്യഭിചാരിണിയുമായിട്ട് വലിച്ചിഴച്ചുകൊണ്ട് നിയമജ്ഞരും ഫരിസേരും ഈശോയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കല്ലുകളുണ്ട്. അങ്ങനെ മോശയുടെ നിയമം പറഞ്ഞുകൊണ്ട് അവളെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ആ ഒരു നിയമം നടപ്പിലാക്കുവാനായിട്ട്, അവളെ കൊല്ലുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അവരെ ഈശോ തന്ത്രപരമായിട്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ്. പിന്നീട് അവളും ഈശോയും മാത്രമായിരിക്കുന്ന അവസരത്തിൽ അവളോട് ഈശോ പറയുകയാണ്: ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, നിന്റെ ജീവിതത്തിൽ ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ ആ ഒരു രംഗം അവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, കല്ലെറിഞ്ഞ് കൊല്ലാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നീ ഒരു നല്ല ജീവിതം നയിക്ക്, പോട്ടെ, സാരമില്ല എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാവമാണ് ഈശോയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ആത്മകഥയിൽ അദ്ദേഹം പറയുന്ന ഒരു രംഗമുണ്ട്, ഒരു കഥയുണ്ട്. സംഭവം ഇങ്ങനെയാണ്: അദ്ദേഹം ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ കടബാധ്യതകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അതൊക്കെ മാറ്റുവാനായിട്ട്, വീട്ടുവാനായിട്ട് തൻ്റെ സഹോദരൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ വള, ആ വളയിലെ ഒരു ഭാഗം കട്ട് ചെയ്ത് അത് മോഷ്ടിച്ച് ഒരു കടയിൽ കൊണ്ട് വിറ്റ് അദ്ദേഹം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ തീർത്തു. തുടർന്ന് അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു മനസ്സിലൊരു മനോവിഷമം. അപ്പോൾ ഈ ഒരു കാര്യം തൻ്റെ പിതാവിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുക. അത് പറയാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി ഈ ഒരു കാര്യം അപ്പൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് വഴക്ക് പറയും, തല്ലും. അത് പേടിച്ച് മഹാത്മാഗാന്ധി ഈ ഒരു സംഭവം, തൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയ കാര്യം വിശദമായിട്ടൊരു പേപ്പറിൽ എഴുതുകയാണ്. വൃത്തിക്ക് മെനക്കി എഴുതി പിതാവിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തരുന്ന ശിക്ഷ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം ഈ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ കത്തെല്ലാം വായിച്ചതിന് ശേഷം മഹാത്മാഗാന്ധിനെ ഈ പിതാവ് നോക്കുകയാണ്. നോക്കിയിട്ട് വഴക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തൻ്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അത് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി തന്നെ സ്വാധീനിച്ച ഒരു സംഭവമാണ് എന്ന് മഹാത്മാഗാന്ധി ആ ഒരു ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പല പുരുഷന്മാരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഒരു വ്യഭിചാരിണി എന്ന് പറയുക. ഇന്നത്തെ സുവിശേഷത്തിലെ ഈ സ്ത്രീയും പല പുരുഷന്മാരുമായിട്ട് വ്യഭിചാരത്തിലൂടെ കടന്നുപോയവളാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവൾ പിടിക്കപ്പെടുന്നത്. പല പുരുഷന്മാരും അവളുടെ ശരീരത്തെ സ്പർശിച്ചുവെങ്കിലും അവളുടെ ഹൃദയത്തെ സ്പർശിച്ച വ്യക്തി ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയാണ്. പല പുരുഷന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൽ അവൾ ഒരിക്കലും മറക്കാത്ത ഒരു പുരുഷനായിട്ട് ഈശോ മാറുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഹൃദയത്തിലുള്ള സ്ഥാനം അവളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് കിട്ടിയത്? അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവളോട് കരുണ കാണിച്ചതുകൊണ്ട്, അവളോട് സ്നേഹം കാണിച്ചതുകൊണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലാമായിരുന്ന അവളോട് കാരുണ്യത്തോടുകൂടി അവളെ അതിൽ നിന്ന് രക്ഷിച്ച തൻ്റെ രക്ഷകനായ ഈശോയോടുള്ള അവളുടെ ആ ഒരു സ്നേഹം, അത് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരു വലിയൊരു ഗുണം, സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും പാപത്തെ മായ്ച്ചു കളയുവാനായിട്ട് പരിശ്രമിക്കുക. ഒരു എറേസർ ഇഫക്റ്റ് അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്. അതൊരു വചനമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12ാം അധ്യായം 3ാമത്തെ വാക്യം: ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യഭിചാരിണിയും പിടിക്കപ്പെടാത്ത കുറച്ച് വ്യഭിചാരികളും, ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടരും ഈശോ അടുക്കൽ നിൽക്കുകയാണ്. ഈശോ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ.
അപ്പോൾ ഈശോയുടെ വാക്കുകൾ കേട്ട് അവിടുന്ന് ഓരോരുത്തരും മെല്ലെ അവിടുന്ന് പോവുകയാണ്. ഇതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഈശോയുടെ മുമ്പിൽ നിന്ന് എല്ലാവരും ഈ പറഞ്ഞ പാപം ചെയ്ത വ്യക്തികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കല്ലെറിയാനായിട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്, ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത്. തങ്ങൾ ചെയ്തൊരു പാപം പിടിക്കപ്പെട്ടില്ല, അതുകൊണ്ട് താങ്കൾ നല്ലവരാണ് എന്ന് ചമയുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് തുല്യരാണ് ഈ മനുഷ്യർ. അവരുടെ കയ്യിൽ കല്ലെടുത്ത് ഇവരെ എറിഞ്ഞു കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. ഇവരും ഇതേ പാപം ചെയ്യുകയും എന്നാൽ പിടിക്കപ്പെട്ടില്ല എന്ന ഒരൊറ്റ കാര്യത്താൽ അവര് അഹങ്കാരം കാണിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ വചനം നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഭയങ്കര മേന്മ ഭാവിക്കുന്ന ഈ വ്യക്തികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഈ മേന്മ ഭാവിക്കുന്ന ആളുകളെ പോലെ നമ്മളും പല കാര്യങ്ങളും ചെയ്യുകയും നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർ പല കാര്യങ്ങൾ ചെയ്തിട്ട് അതൊക്കെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയുകയും അവരെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെയൊക്കെ ഈ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ നിയമജ്ഞരുടെയും ഫരിസയരുടെയും പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. നമുക്ക് എന്ത് യോഗ്യതയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മളും അവരും ചെയ്യുന്ന ഒരേ പാപം രണ്ട് രീതിയിൽ ചെയ്തപ്പോൾ അവർ പിടിക്കപ്പെട്ടു, നമ്മൾ പിടിക്കപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് അവകാശമില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ബലഹീനരാണ്, കുറവുള്ളവരാണ്. എല്ലാവർക്കും ഉള്ളതുപോലത്തെ ചിന്തകളും അതുപോലെ തന്നെ പോരായ്മകളും നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത്തെ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓർക്കാം, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. അപ്പോൾ ഈ ഒന്നാമത്തെ ചിന്തയും രണ്ടാമത്തെ ചിന്തയും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.